നമ്മുടെ നാട് ഒരു ദുരിതക്കയത്തിലാണ്. നമ്മളെല്ലാ ദിവസവും വീഡിയോസിലൂടെയും അതേപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു വീഡിയോ നമ്മുടെ വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ മനസ്സിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം. കാരണം നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ വയനാട്ടുകാർ, കാരണം നമ്മുടെ അടുത്ത് ഒരു ദിവസമെങ്കിലും ഒരു വയനാട്ടുകാരനെങ്കിലും സ്ഥിരം ഇവിടെ വരാത്ത ദിവസങ്ങളില്ലായിരുന്നു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളും തീർച്ചയായിട്ടും എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലേക്ക് എത്തിക്കണം. കാരണം അവരുടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് നമ്മുടെ ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയും മുറ്റവരും മുടിയവരും നമ്മുടെ വീടും നാടും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ പോലും നാളെ ഇതെല്ലാം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വീടോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ ഈവൻ ചെയ്യുന്ന ജോലികളോ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ സഹായങ്ങൾ എന്തായാലും അവർക്ക് ആവശ്യമാണ്. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തിരിക്കണം. ഇപ്പോൾ നിലവിൽ അവർക്ക് ഫുഡും കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ അവർക്ക് ക്യാഷ് അല്ല ആവശ്യമുള്ളത്, ഫുഡ് കാര്യങ്ങൾ അവിടെ ജീവൻ നിലനിർത്താനുള്ള ആവശ്യങ്ങളായിട്ടുള്ള ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത്. അത് നമ്മൾ എത്തിച്ചു കൊടുക്കാം. നാളെ കുറച്ച് കഴിഞ്ഞാൽ ഈ ആളും പാളൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് പിന്നെ ജീവിതമായിരിക്കും. ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചില്ലി ക്യാഷ് ഉണ്ടാവില്ല. അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ ജോലി വരുമാനം കൃഷിയുടെ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് നാളത്തേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും ഒരു ചെറിയ സഹായം, ഒരു കുടുംബത്തിനെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് അതൊന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ട്രൂച്ചേഴ്സിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് വരെ വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ സ്ഥലത്താണ് നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് വാഹനങ്ങളൊക്കെ നമുക്ക് ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഈ ഒരു കാര്യങ്ങളെല്ലാവരും പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വാഹനങ്ങളൊന്നും നിർത്താൻ പറ്റാത്ത രീതിയിൽ സ്റ്റോക്ക് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് നിങ്ങളൊക്കെ വാഹനങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ലൊരു നിസാൻ സണ്ണിയൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും XV വേണ്ടി വരുന്ന 2013 മോഡൽ വരുന്ന ഒറിജിനൽ കേരള വെഹിക്കിൾസാണ് 2 വാഹനങ്ങളും. അതേപോലെ തന്നെ WRV കിടക്കുന്നുണ്ട്, ഫുൾ ഓപ്ഷൻ സൺറൂഫ് വരുന്ന WRV കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. നല്ല മഴയാണ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല കനത്ത മഴയായിരുന്നു. കാരണം നമ്മളിവിടെയൊക്കെ പോലും പിന്നെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ചളി പൊങ്ങി വരുന്ന സിറ്റുവേഷൻ. കാരണം ആ ഒരു ചളി എത്രയായിട്ടും തുടച്ച് നോക്കിയിട്ട് പോകുന്നില്ല. കാരണം ഭൂമിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടായിട്ട് അതിങ്ങനെ മുകൾക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ആയിട്ട് വാഹനങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വാഹനം അതിനകത്തേക്ക് നിങ്ങൾ ഓടിച്ചു പോകരുത്. എന്തെങ്കിലും സാഹചര്യത്തിൽ വാഹനം വെള്ളക്കെട്ടിലേക്ക് നിങ്ങൾ സ്വമേധയാ ഇറക്കിയതിന് ശേഷം വാഹനം എഞ്ചിൻ സ്റ്റക്കാകുകയോ അല്ലെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പോലും റിജക്റ്റ് ആവും. കാരണം ഇൻഷുറൻസ് പാസ്സാവില്ല. മറിച്ച് നിങ്ങളൊരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വെള്ളം ഒഴുകി എത്തിയിട്ട് നിങ്ങളുടെ വാഹനം മൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടും. നിങ്ങൾ സ്വമേധയാ ഒരു വെള്ളക്കെട്ടിലേക്ക് വാഹനം ഓടിച്ചു പോകാം എന്നുള്ളൊരു ധാരണയോടുകൂടി വാഹനം വെള്ളത്തിലേക്ക് ഇറക്കി വാഹനത്തിൽ വെള്ളം മൂടിക്കഴിഞ്ഞാൽ ₹1 പോലും ഇൻഷുറൻസ് പാസ്സാവില്ല, റിജക്ഷൻ വരും. നിങ്ങൾ സ്വമേധയാ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ പലർക്കും ധാരണ ഉണ്ടാവും, ചില വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ സിമ്പിളായിട്ട് ഓടിച്ച് പോകുന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പക്ഷേ പെട്ടുപോയി കഴിഞ്ഞാൽ ₹1 പോലും നമുക്ക് ഇൻഷുറൻസ് പാസ്സാവില്ല എന്ന് ജസ്റ്റ് ഒരു റിമൈൻഡർ തരണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നിന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ലേ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. RCയും ഇൻഷുറൻസും നിങ്ങളുടെ പേരിൽ ആയാൽ മാത്രമേ എന്തെങ്കിലും ബൈ ചാൻസ് ക്ലെയിം കാര്യങ്ങൾ ഫ്ലഡോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ക്ലെയിം ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ₹1 പോലും ഇൻഷുറൻസ് പാസ്സാവില്ല. അപ്പോൾ ഇൻഷുറൻസും RCയും നിങ്ങളുടെ പേരിലല്ലേ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശരി 10-12 വാഹനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ആദ്യത്തെ വാഹനത്തിന് ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനമാണ്. അതും ഓട്ടോമാറ്റിക് വാഹനം. ടിയാഗോ 2017 മോഡൽ വരുന്ന XZA വേണ്ടി ഒരു വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയുള്ള KL03 പത്തനംതിട്ട രജിസ്ട്രേഷനിൽ ഒരു വാഹനമാണ്. 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനമാകുമ്പോൾ ആദ്യം ചിന്തിക്കുന്നുണ്ടാവും എന്താണ് നെഗറ്റീവ് എന്നുള്ളത്. ചെറിയ നെഗറ്റീവ് ഉണ്ട്, വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്, ഡോറും റീപ്ലേസ് ഉണ്ട് എന്നുള്ള ചെറിയ നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനത്തിൽ സ്വന്തമാക്കാൻ പറ്റുന്നത്. അതും വളരെ ലോ കിലോമീറ്റർ 53,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 15 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം. അധികം പെർഫോമൻസ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ചെറിയൊരു ലാഗിങ് MT ആയതുകൊണ്ട് ചെറിയൊരു ലാഗിങ് ഉണ്ടാവും. ATയുടെയും CVTയുടെ പെർഫോമൻസ് MT കിട്ടില്ല എന്നുണ്ട്. പക്ഷേ 15 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കും. കാര്യപ്പെട്ട കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. XZA എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതും വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ സെൻട്രൽ ലോക്ക്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഡുവൽ എയർ ബാഗ്, ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ റീപ്ലേസ് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയറും ഒരു ആവറേജ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കമ്പനി കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടില്ല. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റീരിയോ അതിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്.
എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ഇനി വർക്ക് അഡീഷണലി ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാത്തൊരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗത്തിൻ്റെ പിന്നെ ബോണറ്റിൻ്റെ ഒരു കേബിൾ ജസ്റ്റ് പിന്നെ ബ്രോക്കും പൊട്ടിപ്പോയിട്ടുണ്ട്. അത് റിപ്പയർ ചെയ്തിട്ട് വേണം. അത് നമുക്ക് എടുക്കുമ്പോഴേക്കും അതിൻ്റെ കേബിൾ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അത് കാരണം ബോണറ്റ് ഓപ്പൺ ആവുന്നില്ല, കേബിൾ സ്റ്റക്കായി കാരണം. അപ്പോൾ ഈ ഒരു വാഹനം 3,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. 2017 മോഡൽ XZA ഓട്ടോമാറ്റിക് വാഹനമാണ്. 350 അതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 350 നിങ്ങൾക്ക് ഇതിൻ്റെ ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 0 ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണിത്. 2017 മോഡൽ ടാറ്റ ടിയാഗോ. 5 വർഷത്തേക്കാണ് ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 7 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ്. ഡാറ്റ്സൻ്റെ ലോ ബഡ്ജറ്റ് വാഹനം 2014 മോഡൽ ഡാറ്റ്സൺ ഗോട്ടി എന്നുള്ള വേരിയൻ്റ് പെട്രോൾ എഞ്ചിന് സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള KL05 കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 1.2 ലിറ്ററിൽ വരുന്ന മൈക്രയുടെ സെയിം എഞ്ചിനിൽ വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ലഭിക്കും. അതേപോലെ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഡാറ്റ്സൺ ഗോട്ടി എന്നുള്ള വാഹനം. ഗോട്ടി എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഹോണ്ടയുടെ ലോഗോ വരുന്നൊരു അലോയൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, പിന്നെ അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അഡീഷണലി നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം JVCയുടെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവ് സൈഡ് വന്നിട്ട് ഒന്നും പറയാനില്ല. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സീറ്റ് കവർക്ക് ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിവർ, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ജസ്റ്റ് ഇത് പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ജസ്റ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വലിച്ചിട്ടാൽ മതി. ഹാൻഡ് ബ്രേക്ക് ആയി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ സാധനം റിലീസാവും. അങ്ങനെയാണ് സിസ്റ്റം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ആരോ ഇത് എടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ പ്രസ് ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക, എന്നിട്ട് വിടുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിലീസാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിസ്റ്റം വരുന്നത്. നമ്മുടെ പഴയ ജീപ്പിലൊക്കെ, മഹീന്ദ്ര ജീപ്പിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു സിസ്റ്റത്തിലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്ത് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അത് അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ്. 2014 മോഡൽ വരുന്ന ഈ ഒരു ഡാറ്റ്സൺ ഗോട്ടി എന്നുള്ള വേരിയൻ്റ് ഈ വാഹനം സ്വന്തമാക്കാം 1,85,000 രൂപക്ക്. ഇതിനകത്ത് 1.60 നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അതും 4 വർഷത്തെ മാസക്കാലയളവോടുകൂടി. അപ്പോൾ ചെറിയൊരു EMI ചെറിയ ഒരു ലോ ബഡ്ജറ്റ് 2 lakhൻ്റെ ഉള്ളിൽ ബഡ്ജറ്റ് വരുന്നൊരു വാഹനം നിങ്ങൾ അത്യാവശ്യം ഒരു ഫാമിലി 5 ആളടങ്ങിയ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് നിങ്ങൾ അന്വേഷിച്ച് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു വാഹനമാണിത്. അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടാവും. അത്യാവശ്യം എഞ്ചിൻ പെർഫോമൻസ് ഉണ്ട്. കാരണം 1.2 ലിറ്റർ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളും അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള വാഹനമാണ് ഡാറ്റ്സൺ ഗോട്ടി. 1.85 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഒരുപാട് ലോ ബഡ്ജറ്റ് വാഹനങ്ങളുടെ റിനോൾട്ടിൻ്റെ ആൾട്ടോ 800, പിന്നെ അതേപോലെ തന്നെ ഹ്യുണ്ടായിൻ്റെ ഇയോൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ജസ്റ്റ് കുറച്ച് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് 2017 മോഡൽ വരുന്ന റിനോൾട്ടിൻ്റെ കിഡ് 1 ലിറ്ററിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL58 തലശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. 1000 cc ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. RXT ഓപ്ഷണൽ എന്നുള്ള വേരിയൻ്റ് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ എയർ ബാഗ് അടക്കം വരുന്ന ഒരു വേരിയൻ്റാണിത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ 2,85,000 രൂപക്ക്. അതേപോലെ തന്നെ മറ്റൊരു വാഹനം 2016 മോഡൽ വരുന്ന റിനോൾട്ടിൻ്റെ കിഡ് RXT ഓപ്ഷനിൽ വരുന്ന വാഹനം. ഇത് ഫുൾ ഓപ്ഷൻ വാഹനമാണ്, പക്ഷേ 800 cc വരുന്ന വാഹനമാണിത്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 2,50,000 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ ഇയോൺ കിടക്കുന്നത് 2013 മോഡൽ ഒരു മാഗ്ന പ്ലസ് ഇയോൺ കിടക്കുന്നുണ്ട്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം സ്വന്തമാക്കാം 1,65,000 രൂപക്ക്. പിന്നെ റിഡ്സ് കിടക്കുന്നുണ്ട്. 2011 മോഡൽ റിഡ്സ് കിടക്കുന്നുണ്ട് 2,25,000 രൂപക്ക്. മറ്റൊരു കിഡ് കിടക്കുന്നുണ്ട് 2016 മോഡൽ RXT ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 80 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം 2,50,000.
അങ്ങനെ ഒരുപാട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ഏകദേശം ഒരു 2-2.5 റേഞ്ചിൽ വരുന്ന ആ റേഞ്ചിൽ ഒതുങ്ങിയ വാഹനങ്ങൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 40 രൂപ 30 രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണിത്. ഈ മോഡൽ കൂടിയ വാഹനങ്ങളാകുമ്പോൾ നമുക്ക് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാലും ഇപ്പോൾ 2 ലക്ഷമൊക്കെ ലോൺ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 രൂപ അല്ലെങ്കിൽ 4,800 4,900 റേഞ്ചിൽ മാത്രമേ നമുക്ക് EMI വരുള്ളൂ. 2016-17 മോഡലുകളായതുകൊണ്ട് നമുക്ക് 5 വർഷം വരെ EMI സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വരുന്നത് 8-9 റേഞ്ചിലുള്ള നോർമൽ പെർസെൻറ്റേജ് വരുന്നത്. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ITR കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കസ്റ്റമറാണ്, അല്ലെങ്കിൽ നല്ല പ്രൊഫൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ഉള്ളൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 7-7.5 റേഞ്ചിലേക്കൊക്കെ കുറക്കാൻ പറ്റും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ല ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കിൻ്റെ റേറ്റാണ്. ബാങ്ക് കസ്റ്റമർ പ്രൊഫൈൽ അതേപോലെ ആധാർ കാർഡ് ഇതൊക്കെ സിബിൽ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, നമ്മളാണ് ഇൻട്രസ്റ്റ് പറയുന്നത്. ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളത്. ഒരിക്കലും നമ്മളല്ല ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏകദേശം റേഞ്ച് EMI മാത്രമാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അത് ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത്രയും ലോ ബഡ്ജറ്റ് വാഹനങ്ങളുടെ ഒക്കെ 2.5-2.60 ആ റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് വരുന്നത്. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷണം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വാഹനങ്ങളെല്ലാം ചൂസ് ചെയ്യുക. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാറ്റലോഗിൽ അവൈലബിൾ ആണ്. ഒരു SUV വാഹനമാണ് നിങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു അടിപൊളി ഡസ്റ്റർ 2017 മോഡൽ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 55,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വരുന്ന RXC എന്നുള്ള മോഡൽ വേരിയൻ്റ് ചെയ്ത വാഹനമാണ്. RXC ആകുമ്പോൾ ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു വാഹനത്തിൽ വരുന്നുള്ളൂ. പലരും അഭിപ്രായപ്പെടാറുണ്ട് കംപ്ലയിൻറ്റ് കൂടുതലാണ് ഡസ്റ്റർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഡസ്റ്ററിന് വേണ്ട. കാരണം പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റിനെ പറ്റി ചിന്തിക്കുക തന്നെ വേണ്ട. മൈലേജും കുറച്ച് കുറവായിരിക്കും, ഒരു 10-12 റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ആ വണ്ടിയിൽ യാത്രാ കംഫർട്ടും അതൊരു വേറെ ലെവലാണ്. ഡസ്റ്റർ യൂസ് ചെയ്തവർക്ക് അറിയാം. ജസ്റ്റ് ഒരു കട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിലേക്ക് ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത, ഒരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ്. 2017 അത്യാവശ്യം നല്ല മോഡൽ നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. ഇതിൻ്റെ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല, നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ റീപെയിൻ വർക്കുകൾ വന്നിട്ടുണ്ട്. ബമ്പറിൽ അതേപോലെ തന്നെ ക്വാർട്ടർ പാനൽ, ബാക്ക് ബമ്പറിൽ, അങ്ങനെ ചെറിയ ഒരു 2017 ഇത്രയും വർഷമായതുകൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റ് വർക്കുകൾ വെച്ച് കഴിഞ്ഞാൽ വേറെ ബോഡി ഭാഗങ്ങളിലൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഏകദേശം 90-95% ഫ്രണ്ട് ടയേഴ്സ് ഉണ്ട്. ബാക്ക് കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 80-85% ബാക്ക് ടയേഴ്സും വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി കവർ തന്നെയാണ്. അഡീഷണൽ ഇതിനകത്ത് കവറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റീരിയോ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നു, സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഡോർ പാഡിൻ്റെ ആ ഒരു കളർ തീമും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ജസ്റ്റ് എൻജിൻ സൈഡ് ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ചെറിയൊരു എഞ്ചിനാണ്. ഡീസലാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് എഞ്ചിൻ റൂം ഫുള്ളായിട്ട് അത് കവർ ചെയ്ത് നിൽക്കുമായിരുന്നു. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ള 4 സിലിണ്ടറിൽ വരുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത, ബോണ്ടിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ ഒന്നും ഡാമേജ് ഇല്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം തന്നെ 2017 മോഡൽ വരുന്ന ഡസ്റ്റർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. 5.15 ഇവിടെ ആസ്കിങ് കിടക്കുന്നത്. 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു വാഹനം സ്വന്തമാക്കാം. ഇതിനകത്തൊരു 4.5 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഏകദേശം ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ലോ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വാഹനമാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ആരെങ്കിലൊക്കെ 7 സീറ്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നതിന് അവർക്ക് പറ്റിയൊരു വാഹനമാണിത്. ഡാറ്റ്സൺ ഗോ പ്ലസ് 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL67 ഉഴവൂർ രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം. കുറച്ച് ഗ്രാഫിക്സ് ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. അത് സ്റ്റിക്കേഴ്സാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതെക്കാം. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പെയിൻറ്റിങ് വർക്കൊന്നുമില്ല, ഫുൾ സ്റ്റിക്കേഴ്സ് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ പ്ലെയിൻ ആയിട്ടാണ് കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. ഫുൾ സ്റ്റിക്കേഴ്സ് മാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനമാണ്. 1.2 ലിറ്ററിലിരുന്ന നമ്മുടെ സെയിം നേരത്തെ ഡാറ്റ്സണിൽ അതേ പറഞ്ഞിട്ടുള്ള സെയിം എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 7 സീറ്റിൻ്റെ ചെറിയ കുട്ടികൾ യൂസ് മാത്രമേ ഈ ഒരു ഏറ്റവും ബാക്ക് റോയിൽ നടക്കുള്ളൂ. കാരണം അത്രയും ലെഗ് സ്പേസ് ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ എങ്കിലും നമ്മുടെ 7 സീറ്റിൻ്റെ പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന അത്യാവശ്യം ലോണ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനമാണിത്. ഗോ പ്ലസ് എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവറിൻ്റെയോ
AC പവർ സ്റ്റാരിങ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രൽ ലോക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫിക്സ് വന്നുകൊണ്ട് വാഹനം ഒന്നും കൂടി കാണാൻ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഒരു സ്പോയിലറൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങൾ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാൻ തക്കത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ബമ്പർ പോലത്തെ പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ റീപെയിൻറ്റ് വർക്കുകൾ നടന്നിട്ടുള്ളൂ. അല്ലാതെ മേജറായിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഡാറ്റ്സൺ ഗോ പ്ലസ് എന്നുള്ള ഈ ഒരു വാഹനം. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഗമ്മിൻ്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും എന്നാലും ആ ഒരു 2016 അപേക്ഷിച്ച് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനം നിൽക്കുന്നത്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. എൻജിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പോരായ്മകളൊന്നും പറയാനില്ല. അപ്പുറമോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് പൊട്ടിയിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം ചെറിയൊരു പോരായ്മകളുള്ളൂ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഒരു ഓസ് ഇങ്ങോട്ട് വരാറുണ്ട്, അതും ജസ്റ്റ് ഡാമേജ് ആയിട്ടുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള 2016 ആയതുകൊണ്ട് ഇത്രയും വർഷം ആയതുകൊണ്ടുള്ള ചെറിയ പോരായ്മകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് 7 സീറ്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് 2,50,000 രൂപയാണ്. ഇതിനകത്തൊരു 2,20,000 വരെയൊക്കെ ലോൺ സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു 7 സീറ്റ് വാഹനം 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 5 രൂപ അല്ലെങ്കിൽ 5,500 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ EMI വരിക. അതുപോലെ ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലിരുന്ന വാഹനം, അത് പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനം. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും, അതോടൊപ്പം തന്നെ മൈലേജും കുറവായിരിക്കും. പക്ഷേ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് അത്യാവശ്യം നോർമൽ റണ്ണിങ്ങിലുള്ളവർക്കൊക്കെ ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഹ്യൂണ്ടൈൻ്റെ i20 2014 മോഡൽ സ്പോർട്സ് വേരിയൻ്റ് 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിലേക്ക് 67 രജിസ്ട്രേഷനിലിരുന്ന വാഹനം. സ്പോർട്സ് എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റെയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്ക്, ഓട്ടോ ക്ലൈമറ്റ് AC, പിന്നെ അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ സ്പോർട്സിനകത്ത് വരുന്നില്ല, ഡിഫോഗർ വരുന്നുണ്ട്, പിന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വേരിയൻ്റാണ് സ്പോർട്സ് എന്നുള്ള ഒരു വേരിയൻറ്റ്. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെ. ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും എക്സ്റ്റീരിയർ ഭാഗങ്ങൾ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ലാത്തൊരു വാഹനമാണിത്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാജകീയ ഒരു കൊട്ടാരം പോലത്തെ ഉള്ള ഒരു അടിപൊളി സീറ്റോറൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. നല്ല കീഴിൽ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ലെതർ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിങ്ങോട് കൂടിയ നല്ല അടിപൊളി ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അതായത് ഇതിൽ തന്നെ സ്റ്റാരിംഗ് കവർ, അതാ ഒരു ഡിസൈനിൽ തന്നെ സ്റ്റാരിംഗ് കവറും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഡാഷ്ബോർഡിൻ്റെ കളറിലേക്ക് മാച്ച് ആവുന്ന രീതിയിലേക്കാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഡോർ പാഡും അതേപോലെ തന്നെ ഡാഷ്ബോർഡും ആ സീറ്റ് കവറും തമ്മിലൊരു കളർ കോമ്പിനേഷൻ. പിന്നെ ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു 2014 മോഡൽ നിൽക്കുന്ന i20 പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. ജസ്റ്റ് എഞ്ചിൻ സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പുറമോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൽ ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് ചെറിയ തോതിൽ ഇവിടെ പൊട്ടുണ്ടെന്ന് മാത്രം ചെറിയ നെഗറ്റീവ് ഉള്ളൂ. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഏത് നിമിഷം പൊട്ടാനുള്ള ചാൻസ് ഉള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് വാങ്ങാൻ. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ മാത്രമാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി 2022 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. ബോണ്ടിൻ്റെ ഒക്കെ ഉൾഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം സ്വന്തമാക്കാം. 3,50,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. 3,65,000 ഇവിടെ പ്രൈസിങ് കിടക്കുന്നത്. 3,50,000 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇതിനകത്തൊരു 2,75,000 2,80,000 അല്ലെങ്കിൽ 3 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിലേക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വരുന്ന വാഹനമാണ് 2014 മോഡൽ ഹ്യൂണ്ടൈ i20. 2014 ആയതുകൊണ്ട് 4 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുക. ഏകദേശം 8,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് മാരുതി സെലേരിയോ 2018 മോഡൽ ZXi. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണിത്. ZXi ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ലോഡ് വാഹനം. പെട്രോൾ എഞ്ചിൻ 1 ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണിത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ് സെലേരിയോ ZXi എന്നുള്ള വേരിയൻറ്റ്. ZXi ആയതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, പിന്നെ സെൻട്രൽ ലോക്ക്, അതേപോലെ തന്നെ സ്റ്റീരിയോ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. സാധാരണ ZXiയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അലോയ് വീൽസ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കുറവുണ്ട് ZXi വേരിയൻ്റ് ആണെങ്കിൽ പോലും. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്.
പിന്നെ നല്ലൊരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്തൊരു ചാർജിങ് സോക്കറ്റൊക്കെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നാവും. ഓക്കെ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാണുന്നുണ്ട് അഡീഷണൽ ചെയ്തത്. മേ ബി അതിൻ്റെ കണക്ഷൻ ആയിരിക്കാം. 33,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. 2018 ആയതുകൊണ്ട് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ സെലേരിയോ. 2018 മോഡൽ വരുന്ന ZX എന്നുള്ള വേരിയൻ്റ് വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയറും ഒരു ആവറേജ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 സൈഡ് പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് പൊട്ടിയിട്ടുണ്ട്, അതും സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ എല്ലാ ഒട്ടനവധി വാഹനങ്ങൾക്ക് നമ്മൾ നോക്കുന്ന വാഹനങ്ങൾക്ക് എല്ലാത്തിനും ആ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അത് എങ്ങനെയായാലും ചെറിയൊരു പ്രസ്സിങ് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലെഗ് പൊട്ടിപ്പോകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വേറെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് 2018 മോഡൽ വരുന്ന സെലേരിയോ ZX എന്നുള്ള വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം സ്വന്തമാക്കാം 4,70,000 രൂപയ്ക്ക്. ഇതിനകത്തൊരു 4 ലക്ഷം വരെ നമുക്ക്, അല്ലെങ്കിൽ 4,10,000, 4,20,000 വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ചെറിയ ഒരു ഡൗൺ പേയ്മെൻറ്റ്, ഒരു 50,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. അധികം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 9,510 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ മറ്റൊരു SUV സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ് ഹോണ്ട ജാസ്. 2015 മോഡൽ വരുന്ന VX വേരിയൻ്റ് വരുന്ന വാഹനം. VX എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ ഒരു വാഹനമാണിത്. VX ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. 2015 അപേക്ഷിച്ച് 8 വർഷമായിട്ടും വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള KL22 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിന്ന് മറ്റൊരു വാഹനം കൂടിയാണിത്. VX എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്ക്, പിന്നെ അതേപോലെ ABS, എയർ ബാഗ്, അലോയ് വീൽസ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ടയേഴ്സ് വരുന്നുണ്ട്. എഞ്ചിൻ ഭാഗത്ത് മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 റേഞ്ചിൽ നമുക്കൊരു ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു SUV സെഗ്മെൻറ്റിൽ വരുന്ന അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന IVTEC എഞ്ചിനിൽ വരുന്ന വാഹനം കൂടിയാണിത്. IVTEC എഞ്ചിൻ ആയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് വർക്ക് അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി തന്നെ ഒരു സ്റ്റീരിയോ ഒക്കെ അതിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാമേജ് കാര്യങ്ങളൊന്നും വരാതെ, നമ്മുടെ ഗമ്മോ പോറിങ് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ വരാത്ത രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. സ്റ്റാരിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, കീ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വരാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് 2015 മോഡൽ വരുന്ന ജാസ് VX വേണ്ടിയിരുന്ന വാഹനം. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു 40-something കിലോമീറ്റർ അതിൻ്റെതായ ഒരു ക്വാളിറ്റി വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഓയിൽ ലീക്കോ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹെയർ ഓണൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയും കൂടിയാണിത്. 2024 അമറോണിൻ്റെ ബാറ്ററിയാണ്, വാറണ്ടിയിൽ നിൽക്കുന്നൊരു ബാറ്ററി കൂടിയാണിത്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെ 2015 മോഡൽ വരുന്ന ജാസ് VX. വെറും 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം സ്വന്തമാക്കാം 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 4,20 ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു 10 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം പരിചയപ്പെടുന്ന മഹേന്ദ്രയുടെ KV എന്നുള്ള ഒരു വാഹനമാണ്. KVയുടെ പ്രത്യേകിച്ച് നമുക്ക് ഹൈറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം. നമ്മൾ ശരിക്കും നമ്മുടെ മഹേന്ദ്രയുടെ ജീപ്പ് ഓടിക്കുന്ന ആ ഒരു ഫീൽ, ആ ലാഘത്തോട് നമ്മുടെ ബോണറ്റിൻ്റെ അറ്റം വരെ കണ്ട് ഒരു ഹൈറ്റിലിരുന്ന് ഡ്രൈവ്, പിന്നെ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് മഹേന്ദ്രയുടെ KV. 2016 മോഡൽ K6 എന്നുള്ള വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണിത്. KL03 പത്തനംതിട്ട രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. K6 എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. K6 എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. K8 ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് K6. K6ൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 പവറിൻ്റെ വരുന്നുണ്ട്, AC പവർ സ്റ്റാരിംഗ് വരുന്നുണ്ട്, പിന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ സീറ്റ്
ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം K6 എന്നുള്ള വേരിയൻറ്റിനകത്ത് വന്നിട്ടുണ്ട്. K8 ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ടുള്ള അലോയ്സ് തുടങ്ങിയിട്ടുള്ള ഡുവൽ ടോൺ, അങ്ങനെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുമായിരുന്നു. പക്ഷേ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് K6 എന്നുള്ള വേരിയൻറ്റിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. KUV ഒക്കെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീ എന്നുള്ള സത്യത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ കീ ആണ്. ഇതിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു ഒരു റബ്ബർ പീസ് വരാണ്ട് അത് എത്ര ലോ കിലോമീറ്റർ വാഹനമാണെന്നുണ്ടെങ്കിലും ഇത് ഡാമേജ് ആയി പോയിട്ടുണ്ടാകും. ആ ഒരു റബ്ബറിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്, അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു പോരായ്മ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. ഇത് മഹേന്ദ്രയുടെ XUV നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പ്രശ്നം വരുന്നുണ്ട്, KUV അത് വരുന്നുണ്ട്. മഹേന്ദ്ര ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഈ ഒരു സെയിം പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ XUV ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറിൻ്റെ ആ ഒരു ഭാഗം പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇതിന് ഈ ഒരു ടൈപ്പ് ഹാൻഡ് ബ്രേക്ക് ആയതുകൊണ്ട് ഇതിന് അത്തരത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ട്, ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് K6-നകത്ത് എയർ ബാഗ് ഒക്കെ കൊടുക്കുമായിരുന്നു, പക്ഷേ ഇതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. എയർ ബാഗും ABS ഒന്നും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സീറ്റ് കവർ കമ്പനി കവറിനാണ് വന്നിട്ടുള്ളത്. ഇത് 5 സീറ്റ് വാഹനമാണ്. ഇതിനകത്ത് 6 സീറ്റ് വാഹനം വരുന്നുണ്ട്. 6 സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ്, അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 സീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ K6-ൽ 5 സീറ്റിൽ വരുന്ന ഒരു വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ഈ ഒരു വാഹനത്തിനകത്ത് ഇല്ലാത്ത. എൻജിൻ സൈഡ് കാണിക്കാം. എൻജിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കുന്നു. 20,000 കിലോമീറ്റർ ഓടിയ വാഹനം ആയതുകൊണ്ട് പരിക്കോ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മഹേന്ദ്രയുടെ വാഹനങ്ങൾ എപ്പോഴും പറയുന്നതാണ് റെസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം, ലേറ്റായിട്ട് യൂസ് ചെയ്ത വാഹനം, അധികം പുറത്തേക്ക് നടക്കാത്ത വാഹനമായതുകൊണ്ട് വെള്ളം അധികം തട്ടാതെ നിർത്തിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിർത്തിയിട്ടുകൊണ്ട് ഇതിന് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വളരെ കുറവെന്നല്ല, ഇതിന് ഇല്ലയെന്ന് തന്നെ പറയാം. സാധാരണ ഇതിൽ ലോ കിലോമീറ്റർ വാഹനമാണെങ്കിൽ പോലും നമ്മൾ വാഹനം ഒരു വെയിലും മഴയൊക്കെ കൊള്ളുന്ന രീതിയിൽ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വാഹനത്തിന് അത് റെസ്റ്റ് കയറും. ഇപ്പോൾ 1000 കിലോമീറ്റർ ഓടിയിട്ടില്ലെങ്കിലും റെസ്റ്റിന് കിലോമീറ്റർ ഒരു ബാധകമല്ല. അപ്പോൾ ഈ ഒരു വാഹനം നല്ല പ്രൊട്ടക്ഷനിൽ വെയിലും മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ബോഡി ഭാഗങ്ങളിലൊന്നും ഡാമേജ് അല്ലെങ്കിൽ റെസ്റ്റ് കാണാത്തത്. ചില KUV വാഹനങ്ങൾ നിങ്ങൾ ഏത് നോക്കുകയാണെങ്കിലും റെസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ചെറിയൊരു തോതിലെങ്കിലും പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ മൈന്യൂട്ടായിട്ട് നോക്കുകയാണെങ്കിൽ, എത്ര മൈന്യൂട്ടായിട്ട് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു തുരുമ്പ് പോലും ഇല്ലാത്ത ഒരു KUV വാഹനം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രത്യേകത. അത് നിങ്ങൾ എത്ര എൻ്റെ KUV വാഹനത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുക്കും മൂലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു റെസ്റ്റെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതില്ലാത്ത വാഹനം KUV വാഹനം അല്ലെങ്കിൽ മഹേന്ദ്രയുടെ വാഹനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വാഹനം 16 മോഡൽ K6 എന്നുള്ള വേണ്ടിയിരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3,20,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി ഒരു 260, 270 അല്ലെങ്കിൽ 280 ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 7,500 8 രൂപ റേഞ്ചിലാണ് ഇതിൽ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോക്സ് വാഗൻ്റെ ഒരു സെഡാൻ വാഹനം, ഫോക്സ് വാഗൻ വെൻഡോ 2015 മോഡൽ ഹൈലൈൻ വേണ്ടിയിരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 1.6 പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വാഹനമാണത്. മൈലേജ് കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ പെർഫോമൻസിനെ അപേക്ഷിച്ച് ഒന്നും നോക്കാൻ, കാരണം അത്യാവശ്യത്തിലധികം പെർഫോമൻസ് 1.6 ആയതുകൊണ്ട് നിങ്ങൾക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം പറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനനുസരിച്ച് മൈലേജ് കുറവായിരിക്കും എന്ന് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അപ്പോൾ നല്ല ഡ്രൈവിംഗ്, നല്ല കംഫർട്ട്, യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് വെൻഡോ. 2015 മോഡൽ വരുന്നൊരു വാഹനമാണിത്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിനെ പറ്റി വലിയ ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും, പക്ഷേ ഡീസലിൻ്റെ മാതിരിയുള്ള ഡേഞ്ചർ മെയിൻ്റനൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് പ്രത്യേകിച്ച് പരിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ബമ്പറിനകത്തൊക്കെ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടെന്ന് മാത്രമേ ചെറിയൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അത് ഈ ഒരു കളറായതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത്. അല്ലാത്ത തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്തൊരു വാഹനം കൂടിയാണിത്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, പിന്നെ അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് AC, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അലോയ് വീൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ്, സീറ്റ് കവർ തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഹൈലൈൻ എന്നുള്ള വേരിയൻറ്റ്. ഒരു ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും ഇൻറ്റീരിയർ ഭാഗങ്ങളിലൊന്നും സംഭവിക്കാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുള്ള D ടൈപ്പ് സ്റ്റാരിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണിത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് വിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% മുകളിൽ 4 ടയേഴ്സും ഉണ്ടെന്ന് പറയാം. എൻജിൻ ഭാഗം കാണിക്കാം.
എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വേറെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫൗണ്ടേഷൻ പുതിയതായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ ഫൗണ്ടേഷനാണ് ഇതിനകത്ത് കാണുന്നത്. മേ ബി അതിൻ്റെ പിന്നെ ബുഷ് കംപ്ലയിൻറ്റ് അതിന് ശേഷം അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആണെങ്കിൽ ഹൈഡ്രോളിക് കംപ്ലയിൻറ്റ് അതിന് ശേഷമാണ് ഫൗണ്ടേഷൻ മാറുക. അപ്പോൾ ഇനി എടുക്കുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള വർക്ക് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാറ്ററിയും ഓൾമോസ്റ്റ് റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി വെൻഡോ 2015 മോഡൽ വരുന്ന ഹൈലൈൻ വേരിയൻ്റ് ഒരു വാഹനം സ്വന്തമാക്കാം. 4,45,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ സെഡാൻ വാഹനമാണ് 2015 മോഡൽ ഹൈലൈൻ വേരിയൻ്റ് ഈ ഒരു വെൻഡോ. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം EMI ഒരു 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത ഫോക്സ് വാഗൻ്റെ ഒരു സെഡാൻ വാഹനം ഫോക്സ് വാഗൺ അമിയോ. നമ്മുടെ പോളോയുടെ സെഡാൻ വാഹനമാണ് അമിയോ. 2016 മോഡലിൽ ഇരുന്ന കംഫർട്ട് ലൈൻ എന്നുള്ള വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. KL 58 തലശ്ശേരി വാഹനങ്ങൾ കുറച്ച് കൂടുതലാണല്ലോ ഈ ഇന്നത്തെ വീഡിയോയിൽ. കാരണം ഏകദേശം 3-4ാമത്തെ തലശ്ശേരി വാഹനമാണ് നമ്മൾ കാണിക്കുന്നത്. പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മെയിൻ്റനൻസ് ചിന്തിക്കേണ്ടതെന്നല്ല, കുറവായിരിക്കും. കമ്പയർ ടു ഡീസലിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. നമുക്ക് ടെൻഷൻ പിടിച്ചിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡീസൽ ആണെങ്കിൽ കുറച്ച് ടെൻഷൻ പിടിച്ച ഒരു കളിയാണത്. നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന 1.4 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. കംഫർട്ട് ലൈൻ ആയതുകൊണ്ടെങ്കിലും ഹൈലൈൻ്റെ ഫീച്ചേഴ്സ് അത്ര വരില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്തും കമ്പനി കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയൻ്റ് ആണെങ്കിൽ പോലും കൊടുക്കുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, 4 പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതിന് പകരമായിട്ട് വേറെ സ്റ്റീരിയോ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപെയിൻറ്റ് വർക്ക് വന്നിട്ടുണ്ട്, ഒരു ക്വാർട്ടർ പാനൽ റീപെയിൻറ്റ്, അതേപോലെ തന്നെ ബമ്പർ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റ് വർക്കുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കംഫർട്ട് ലൈനകത്ത് കമ്പനി സീറ്റ് കവർ കൊടുക്കുന്നില്ല, പകരം നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാരിംഗ് ടിൽറ്റിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നില്ല, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നില്ല, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ആണ് ഈ കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്രോണ ചേസോ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത നല്ല ഒരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് ഈ അമിയോ കംഫർട്ട് ലൈൻ എന്നുള്ള വാഹനം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെൻഡോ ഹൈലൈന്. അപ്പോൾ അത്ര പെർഫോമൻസ് കാര്യങ്ങളൊന്നും വേണ്ട, അത്ര മൈലേജ് പോരാന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സെഡാനാണ്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മോഡലാണ് അമിയോ എന്നുള്ള മോഡൽ. ഒരു 14-15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് കണക്കാക്കാം. മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. വെൻഡോനെ അപേക്ഷിച്ച് കുറച്ച് പെർഫോമൻസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് മൈലേജ് കൂടുന്നത്. അത്തരത്തിലൊരു വാഹനമാണ് അമിയോ. 2016 മോഡൽ കംഫർട്ട് ലൈനിലുള്ള വേരിയൻ്റ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്നൊരു വാഹനം സ്വന്തമാക്കാം 3,85,000 രൂപക്ക്. ഒരു 3,50-3,60 രൂപയ്ക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 3,70 കിട്ടും. ഏകദേശം പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3,70 രൂപ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ 10, 20, 30 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു സെഡാൻ വാഹനമാണ് 2016 മോഡൽ വരുന്ന ഈ ഒരു വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിന് മാസ EMI വരുന്നത്. ഏകദേശം EMI എമൗണ്ട് 7 to 8 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ ഒരു സെഡാൻ വാഹനമാണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ 2016 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 70,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള VXi എന്നുള്ള വേരിയൻ്റ് വാഹനം. VXi എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷനാണ്. തൊട്ട് മുകളിൽ ZXi, അതിൻ്റെ തൊട്ട് താഴെ LXi എന്നുള്ള 3 വേരിയൻസ് ആയിട്ടാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയറുകളൊക്കെ നിരത്തിലിറങ്ങിയിരുന്നത്. V8 എഞ്ചിൻ 1.2 ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഒക്കെ താരതമ്യം വളരെ കുറവായിരിക്കും. മൈലേജ് ഏകദേശം ഒരു 14-15 റേഞ്ചിൽ നമുക്കൊരു ആവറേജ് മൈലേജും കണക്കാക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് 2016 മോഡൽ വരുന്ന സ്വിഫ്റ്റ് ഡിസയർ VXi വരുന്ന വാഹനം. ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. വേറെ ഫ്രണ്ട് തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ബോഡി കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ റീപെയിൻറ്റ് വർക്കുകളോ ഒന്നും നടന്നിട്ടില്ല. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത KL04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആവറേജ് ടയേഴ്സും വരുന്നുണ്ട്. 4 ടയറും ആവറേജ് ടയേഴ്സ് എന്ന് പറയാം. VXi ആണെങ്കിൽ പോലും സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് അഡീഷണലി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അഡീഷണലി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. എഞ്ചിൻ സൈഡ് കാണിക്കാം.
എഞ്ചിൻ ഭാഗത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും തട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കാണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജ് ഇല്ല. ഹെഡ്ലൈറ്റൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ക്രോസ് ബമ്പറും സ്റ്റോക്ക് കണ്ടീഷനാണ്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെഡ്ലൈറ്റും സ്റ്റോക്ക് കണ്ടീഷനാണ്. ആ ഒരു കളറിങ് കണ്ട് അതുണ്ടെങ്കിൽ മനസ്സിലാവും. പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഇനി നമുക്ക് ബോണറ്റിലേക്ക് നോക്കണം. ബോണറ്റിൻ്റെ ആ ഒരു ഇഞ്ചസിൻ്റെ പേസ്റ്റിങ് നോക്കണം. ഇവിടെ അയച്ചിട്ട് അത് രണ്ടും വേർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇത് അയച്ചിട്ടില്ല, ഇഞ്ചസ് അയച്ചിട്ടില്ല. ആ ഒരു പേസ്റ്റിങ് അതേപോലെ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു അറ്റാച്ച് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന പേസ്റ്റിങ് ഈ ഒരു ഇഞ്ചസ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ബോണറ്റ് അയക്കുക അല്ലെങ്കിൽ റിപ്പയർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. വേറെ ഫ്രണ്ടിൽ നിന്ന് ഒരു അടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു വാഹനം തന്നെയാണിത്. ചെറിയ രീതിയിൽ സ്ക്രാച്ചുകൾ, ഈ ഒരു കളർ ആയതുകൊണ്ട് ചെറിയ സ്ക്രാച്ചുകൾ ബോണറ്റിനകത്ത് കാണുന്നുണ്ട്. അത് ബോഡിയുടെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ എടുത്ത് കാണിക്കുന്നത് വെച്ചാൽ ഈ ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ പോലും അത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അല്ലാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി അത്യാവശ്യം നല്ല ക്വാളിറ്റി നിൽക്കുന്ന ഒരു സഡാൻ വാഹനം സ്വന്തമാക്കാം. വെറും 4,70,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 4,70 ഒരു 4,20 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ 50,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു സഡാൻ വാഹനമാണ്. 2016 മോഡൽ വരുന്ന സ്വിഫ്റ്റ് ഡിസയർ. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണിക്കാണ്ട് ഓട്ടോമാറ്റിക് സെക്ഷനിൽ ഞാൻ കടന്നിട്ടില്ല. അത്രയും ഓട്ടോമാറ്റിക് വാഹനങ്ങൾ സ്റ്റോക്കുണ്ട്. റിനോൾട്ടിൻ്റെ ക്വിഡ്, ഐട്ടണ്, എക്സെൻറ്റ്, പോളോ, വാഗണർ തുടങ്ങിയിട്ട് എല്ലാ ഓട്ടോമാറ്റിക് വാഹനസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങളാണെങ്കിൽ സാൻഡ്രോ, അതേപോലെ തന്നെ സെന്നസ്റ്റിലോ, ഫിയറ്റിൻ്റെ പൂണ്ടോ, റിഡ്സ്, അൾട്ടോ കേട്ടൺ, i20 തുടങ്ങിയിട്ടുള്ള ബീറ്റ്, അങ്ങനെ ലോ ബഡ്ജറ്റിൽ ഒരു 1-1.5 ബഡ്ജറ്റിൽ വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ഒന്നിന് താഴത്തേക്ക് വരുന്ന വാഹനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ. നിങ്ങൾ ഏത് വാഹനമാണ് ചൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏത് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ്, എല്ലാ വാഹനങ്ങളുടെ ഫോട്ടോസ്, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വാട്സപ്പ് കാറ്റലോഗിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2011 മോഡൽ ഒരു അൾട്ടോ കിടക്കുന്നുണ്ട്. അൾട്ടോ LXi AC പവർ സ്റ്റാരിംഗ് എല്ലാം വർക്കിംഗുള്ള സിൽവർ കളറിൽ കിടക്കുന്ന ഒരു വാഹനമാണിത്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വന്നിട്ട് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം. അങ്ങനെ ഒരുപാട് ഇനിയും കാണിക്കാത്ത ഒരുപാട് വാഹനങ്ങൾ, ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്ത് മറ്റൊരു യാർഡിൽ ഒരുപാട് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. ഏകദേശം 280ഓളം സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വാഹനം ചോദിച്ചു കഴിഞ്ഞാലും 10 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള വാഹനങ്ങൾ മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തരാൻ റെഡിയാണ്. ഏത് വാഹനമാണ് നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിനകത്ത് കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് വയനാടിന് വേണ്ടി എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിൽ 10 രൂപ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നു പോകരുത്. വാഹന കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെയും സെയിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വെക്കുക. എന്തായാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ നമ്മുടെ മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരും. ബൈ.